അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ ഈ പറഞ്ഞു വരുന്ന വിഷയം ഇത് കേൾക്കുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ എന്നോട് പറഞ്ഞത് അധികമായെന്നോ ഇത്രയ്ക്കും വേണ്ടായിരുന്നെന്നോ തോന്നിപ്പോയേക്കാം. ഞാൻ ഈ മുനാഫിക്കായ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള കാരണം, ഞാനൊരു സാധാരണക്കാരനാണ്. എന്നെപ്പോലെയുള്ള ഒരുപാട് സാധാരണക്കാർ സുന്നത്ത് ജമാഅത്തിന് അതിൻ്റെ നേതാക്കന്മാർ ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് അവരുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അവരെ സ്നേഹിച്ച കാരണം കൊണ്ടെങ്കിലും നാളെ സ്വർഗം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ്. പറഞ്ഞു വരുന്നത്, ഈ ജാഹിലായ മനുഷ്യൻ അങ്ങനെ തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇവൻ അത്രമാത്രം മതപ്പതിച്ചു പോയി. ഒരുപാട് വർഷങ്ങളായി ഇവൻ്റെ അധിക പ്രസംഗങ്ങളും കേൾക്കാൻ ഇടയാവാറുണ്ട്. അപ്പോഴൊക്കെ വല്ലാതെ മനസ്സിന് വേദന തോന്നും. ആലിമീങ്ങളെ ഇവൻ പറയുന്ന ചീത്തയും അവർക്ക് കിതാബ് ഓതി കൊടുക്കുന്നതും അവൻ്റെ ആ സമയത്തുള്ള ഭാവവും നടപ്പും ഇരിപ്പും ചിരിയും ഒരു പുച്ഛവും അതൊക്കെ കാണുമ്പോൾ ആലിമീങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വല്ലാത്തൊരു വെറുപ്പ് ഇവനോട് എനിക്ക് തോന്നിപ്പോയി. ഒരു മനുഷ്യൻ അധപ്പതിക്കുന്നതിന് അതിരും വരമ്പുമില്ല എന്ന് ഇവൻ്റെ പതനം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വലിയ വലിയ ആലിമീങ്ങൾക്ക് കിതാബ് പറഞ്ഞു കൊടുക്കുന്ന ഇവൻ്റെ ഉള്ളിൽ അന്ന് മുതലേ ഉള്ള അഹങ്കാരവും കിബിറും ഞാനെന്ന ഭാവവും അവനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ അവനക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ, ഒരു ആലിമെന്ന ബഹുമാനമോ ഒരു പരിഗണനയോ പോലും കൊടുക്കാതെ വളരെ മോശമായിട്ട് അവരെ കുറിച്ച് സംസാരിക്കുകയും കിബിർ നടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഇവനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ല എങ്കിൽ അത് ഞാൻ സ്നേഹിക്കുന്ന ആലിമീങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റായി പോകുമെന്ന് എൻ്റെ മനസ്സിൻ്റെ തോന്നൽ കൊണ്ടാണ്. സയ്യിദുൽ ഉലമക്ക് പോലും ഇവൻ കിതാബ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ കാലം, ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിന് മറുപടി പറയണം. ഇവിടെ മുഫ്തിയായിട്ടിരുന്ന